ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ വെയിലൊക്കെ കണ്ട സമയത്ത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ ചുവടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ടെറസിലേക്ക് വന്നത്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സിൻ്റെയൊക്കെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ കാണുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ തന്നെ പെട്ടെന്നാണ് ഇതിനകത്തൊക്കെ കളകളൊക്കെ കിളിച്ച് വരുന്നത്. നമ്മൾ എപ്പോഴും ഇതുപോലെ കളകൾ നീക്കം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ പോട്ട് മിക്സിനകത്ത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും ഇതുപോലെ കളകളൊക്കെ വരും. 4-5 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഇതിനകത്ത് ചെറിയ പോച്ചകളൊക്കെ കളിച്ച് വരുന്നത് നീക്കം ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു പ്രയോജനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു മണ്ണിനൊരു ഇളക്കം സംഭവിക്കുകയും അതുപോലെ തന്നെ ആ ഒരു പ്ലാന്റിന് വേരോട്ടമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് കേട്ടോ ചെറിയ തൈകളൊക്കെ നട്ട് കഴിഞ്ഞാൽ കിളിർത്ത് വലിയ പ്ലാന്റുകളൊക്കെ ആയി കിട്ടുന്നത്. അപ്പോൾ 1-2 അഡീനിയം പ്ലാന്റ്സിൻ്റെ ചെടിച്ചട്ടികളൊന്നും അല്ല കേട്ടോ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. വലിയൊരു ടാസ്ക് തന്നെയാണ്. ഒരുപാട് പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ചുവട് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വെച്ചേക്കുന്ന ടെറസിലാണെങ്കിൽ എനിക്ക് മഴ പെയ്താൽ അങ്ങനെ നനയാതിരിക്കാനുള്ള ഒരു സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സൈഡിലായിട്ടൊക്കെയാണ് ഞാൻ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ കുറേ 10 മണി ചെടികളൊക്കെ എനിക്കിങ്ങനെ കിളിർത്ത് വരുവേ. എങ്ങനെ കിളിർത്ത് വരുന്നതാണെന്ന് അറിയത്തില്ല. 10 മണി ചെടികളൊക്കെ ഒരുപാട് ഇതിനകത്ത് തനിയെ കിളിർത്ത് വരാറുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയ അരികളൊക്കെ വീണ് അങ്ങനെയായിരിക്കാം ഇത് കിളിർത്ത് വരുന്നതെന്ന് തോന്നുന്നു. അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ ചെറിയ തൈകളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കളകൾ കയറി വരുമ്പോൾ അതാണ് കേട്ടോ പെട്ടെന്ന് അങ്ങ് കിളിർത്ത് വരുന്നത്. അപ്പം ആ ഒരു പ്ലാന്റിൻ്റെ, അതായത് ചെറിയ തൈകളൊക്കെ നട്ട് വെക്കുന്നതിൻ്റെ വളർച്ച അങ്ങ് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് ക്ലീനാക്കി ഇരിക്കുന്നത് തന്നെ. ഇതുപോലെയുള്ള ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഞാൻ 5-6 കുഞ്ഞു തൈകളൊക്കെ നട്ടു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നട്ടു കൊടുക്കുന്നത് കുറച്ചുകൂടെയൊക്കെ വലുപ്പമായി കഴിയുമ്പോൾ വേറെ ചട്ടികളിലും ഇതുപോലെയുള്ള കവറുകളിലും ഒക്കെ ആക്കി വെക്കാറുണ്ട്. അപ്പം നമ്മുടെ മുകളിൽ, അതായത് ടെറസിൽ ഒരു മുന്തിരിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് ഞാനൊരു കമ്പ് വെട്ടി ഇതുപോലെ മാറ്റി നട്ടതാണ്. ഇപ്പം നട്ടിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അതിനകത്ത് പുതിയ തളിരൊക്കെ വന്നു. മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നാണ് കേട്ടോ തളിര് വന്നത്. ആ ഒരു തളിര് വന്നതിനകത്ത് കണ്ട് ഒരു മുന്തിരിയുടെ ചെറിയൊരു കൊല വന്നിട്ടുണ്ട്. മുന്തിരിയുടെയൊക്കെ കമ്പുകൾ ഞാനിങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ കുത്തി വെക്കാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കിളിർത്ത് കിട്ടാറുണ്ട്. അപ്പോൾ നല്ല ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു തണ്ടും ഇതുപോലെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതും കിളിർത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ നമ്മുടെ ബോഗൻവില്ല പ്ലാന്റുകളൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബോഗൻവില്ല പ്ലാന്റുകളാണെങ്കിലും അഡീനിയം പ്ലാന്റുകളാണെങ്കിലും നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ടെറസിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിലാണ് വെയിൽ കിട്ടുന്നതും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ മാറിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുവടൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോഗൻവില്ല പ്ലാന്റിൻ്റെയൊക്കെ ചുവട് ഒരുപാട് നമ്മൾ താഴ്ചയിൽ അങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു മഴക്കാലത്ത്. അപ്പോൾ ചെറിയ രീതിയിൽ അതിൻ്റെ മുകൾ വശം മാത്രം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഒരു 6 മാസക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂക്കളുടെ വസന്തകാലം തന്നെയാണെന്ന് പറയാം അല്ലേ. ആ സമയത്ത് ഒരുപാട് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇവിടെ വന്ന് കാണാൻ തന്നെ ഒരു സന്തോഷമുള്ളത്. അപ്പോൾ പൂക്കളൊക്കെ മാറിക്കഴിഞ്ഞെങ്കിലും ഈ ഒരു പൂക്കൾ തന്നിരുന്ന ആ ഒരു ചെടിയെ നമുക്ക് സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ മഴ സമയത്തും മഴയൊന്നും മാറിയ സമയത്ത് തന്നെ നോക്കി നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ എന്തൊക്കെ ആയി എന്നറിയാനും ഒക്കെ കയറി വന്നത്. നമ്മൾ ചെടികളുടെയൊക്കെ കളകൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മണ്ണൊക്കെ വീഴുന്നതൊക്കെ അപ്പം ക്ലീൻ ചെയ്ത് മാറ്റുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമ്മുടെ ആ ഒരു ചെടികളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ആ ഒരു ചെടികളുടെ ഇടയിൽ ഇതുപോലെ തന്നെ ഇലകളും പോച്ചകളും ഒക്കെ നമ്മൾ അവിടെ തന്നെ പറിച്ചിടുകയാണെങ്കിൽ അതിനകത്തുനിന്നും പല ഫംഗൽ ഇൻഫെക്ഷനുകളൊക്കെ നമ്മുടെ ആ ഒരു പ്ലാന്റിലേക്ക് ബാധിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ ഈ ടെറസിൽ കിടക്കുന്ന കരിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ മാത്രമുള്ള കരിയിലകൾ മാത്രമല്ല കേട്ടോ. ഈ ഒരു മഴ സമയത്ത് കാറ്റടിച്ച് ഇവിടേക്ക് വന്ന് പറന്ന് കിടക്കുന്ന കരിയില കൂടി നമ്മുടെ ടെറസിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടികളിൽ നിന്ന് ഇതുപോലെ കളകൾ പറിക്കുന്ന സമയത്ത് ചെടിച്ചട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ അതിൻ്റെ അടിവശമുള്ള മണ്ണും ചെറിയ പൊടികളും അതുപോലെ തന്നെ കരിയിലെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയിടുവേ. അതിന് ശേഷമാണ് കേട്ടോ എല്ലാം കൂടി ഒന്ന് തൂത്തുവാരി മാറ്റുന്നത്. ഇത് ഞാൻ പിന്നീട് എടുത്ത് കളയാറൊന്നുമില്ല കേട്ടോ. ഇതുപോലൊരു ബക്കറ്റിനകത്ത് ഇട്ട് വെച്ചതിന് ശേഷം അതൊന്ന് കരിഞ്ഞ് കിട്ടുന്നതിന് ശേഷമാണ് ഇത് വീണ്ടും അടുത്ത ചെടിച്ചട്ടികളിലൊക്കെ നിറയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പോട്ടി മിക്സിൻ്റെയും മണ്ണിൻ്റെയും ഒന്നും ആവശ്യം വേണ്ടി വരത്തില്ല. അതുമാത്രമല്ല നമ്മുടെ ആ ഒരു ചെടിച്ചട്ടികളിൽ ഒരുപാട് ഭാരം ഒന്നും ഉണ്ടാകാതെ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും.
ഞാൻ ഇതിനു മുന്നേ പാകി കൊടുത്ത കുറച്ച് അഡീനിയം പ്ലാന്റ്സുകളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ചെറിയ തൈകളൊക്കെ കിളർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ താഴെയാണ് ഈ മുന്തിരി നട്ടതെങ്കിലും മുകളിലേക്കാണ് കേട്ടോ പടർത്തി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൂണിങ് കഴിഞ്ഞ ഭാഗത്തെല്ലാം കണ്ട് ഇതുപോലെ ചെറിയ പൂക്കളൊക്കെ വന്നിട്ട് മുന്തിരിക്കൊലകളൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയാണെങ്കിലും നമ്മൾ ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്തൊക്കെ മുന്തിരി ഒരുപാട് പിടിച്ചു കിട്ടുന്നതായിരിക്കും. മുന്തിരിയിൽ ഇതുപോലെ മുന്തിരിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പ്രൂണിങ് തന്നെയാണ് കേട്ടോ. പ്രൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ മുളകൾ വരുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ മുട്ടുകളൊക്കെ വന്നിട്ട് ഇതുപോലെ മുന്തിരിയൊക്കെ ആയി കിട്ടുന്നതായിരിക്കുമേ. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ മുന്തിരിയൊക്കെ നടുമ്പോൾ അത് നടാനായിട്ട് എടുക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം മുന്തിരിയൊക്കെ നട്ടു കൊടുക്കാനായിട്ട്. അപ്പം നട്ടു കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അടിവളവും ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മീൻ കഴുകിയ വെള്ളവും ഇറച്ചി കഴുകിയ വെള്ളവും ഒക്കെ ഇട്ടു അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ മുന്തിരിയൊക്കെ പിടിച്ചു കിട്ടാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ ഏതൊരു പ്ലാന്റ് വളർത്തിയാലും ആ ഒരു പ്ലാന്റിൽ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ മുന്തിരിയൊക്കെ ഇതുപോലെ ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങുന്ന സമയത്ത് ദാണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള മുന്തിരിയുടെ ഇലകൾ ഞാനതൊരു ചാക്കിലൊക്കെ വാരി വെച്ചിട്ട് മറ്റ് ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ചട്ടികളിലൊക്കെ നിറയ്ക്കാറാണ് പതിവ്. ഇത് ഞാൻ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്തിരുന്ന അഡീനിയം പ്ലാന്റ്സ് ആണ്. അതിനകത്തൊക്കെ മുളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 2 ദിവസമൊക്കെ വെയിലൊക്കെ കിട്ടിയപ്പോഴത്തേനും എന്തായാലും ചെടികൾക്കും സന്തോഷമായി. കാരണം അഡീനിയം പ്ലാന്റ്സിന് വെയിലാണല്ലോ ഇഷ്ടം. അപ്പം കുറച്ചൊക്കെ വെയിൽ കിട്ടിയപ്പോഴത്തേനും അവർക്കൊരു സന്തോഷമായി കേട്ടോ. അതായത് ഇതുപോലെയുള്ള ചെടികളിൽ ചെറിയ മുളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.